Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ലേക്ക് സ്വാഗതം. Arabian Kitchen Magic. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന ഒരുപാട് വിഭവങ്ങളുണ്ടെങ്കിലും നമ്മളുടെ നാടൻ വിഭവങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ തരുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ രുചിഭേദങ്ങളെല്ലാം സ്വാദ് നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എവിടെയെങ്കിലും പുതുമയുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തേടിപ്പിടിച്ച് അത് കഴിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് ഒരു നാടൻ കേരള വിഭവം അല്ലെങ്കിൽ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ വിഭവമാകാം. അതും അല്ലെങ്കിൽ പിന്നെ ഒരു ചോയ്സ് എന്താണ്, എപ്പോഴും ചൈനീസ് തന്നെയാണ്. ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ചൈനീസ് മാത്രമല്ല, ഇപ്പോൾ തായ് ഡിഷസും ഒക്കെ ആൾക്കാർ ഓർഡർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചൈനീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് നമ്മുടെ സ്വന്തം വിഭവങ്ങൾ പോലെ തന്നെയാണ്. പക്ഷെ ടിപ്പിക്കൽ ചൈനീസ് ആണോ നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാര്യം ടിപ്പിക്കൽ ചൈനീസ് നമുക്ക് ആർക്കും വേണ്ട. നമ്മളെല്ലാം ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ചൈനീസ് വിഭവങ്ങളാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വീട്ടമ്മമാരെല്ലാം തന്നെ അത്തരം വിഭവങ്ങൾ കഴിച്ച് ശീലിച്ചത് കൊണ്ടാകാം അത്തരം വിഭവങ്ങൾ തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹോം കുക്കിങ്ങിന്റെ ഭാഗമാണ് ചൈനീസ് വിഭവങ്ങളും. നമ്മുടെ വീട്ടിലെ ഒരു ഏറ്റവും നമ്മൾ ഫെമിലിയർ ആയിട്ട് ചെയ്യുന്ന ചോറും കറികളും വെക്കുന്ന പോലെ തന്നെയാണ് ചൈനീസ് ഫ്രൈഡ് റൈസും ചൈനീസ് സൂപ്പും സ്വീറ്റ് ആൻഡ് സോറും അല്ലെങ്കിൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, വീട്ടമ്മമാർക്ക് അത് കാണാപ്പാടമാണ്. ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ എല്ലാം തന്നെ വളരെ ഫെമിലിയർ, വളരെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായി കഴിയും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചൈനീസ് റൗണ്ട് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളുടെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ തയ്യാറെടുപ്പോടു കൂടി വന്ന് പാചകം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണുക. ഇന്നത്തെ ചൈനീസ് റൗണ്ട് 2 കണ്ടസ്റ്റൻസുമായി കാണുക, ആസ്വദിക്കുക. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചൈനീസ് ഡിഷസ് ആണ്. ഒരു ഷെസ്വൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഒരു സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ഡിഷുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ചൈനീസ് മെയിൻ കോഴ്സ് റൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ടീന, അപ്പൊ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒരു ചൈനീസ് മീൽ അല്ലേ ഞാൻ പറഞ്ഞത്? മെയിൻ ഡിഷ് ആൻഡ് സൈഡ് ഡിഷ്. ഞാൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ. സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ. സെഷ്വാൻ ഇച്ചിരി സ്പൈസി ആയതുകൊണ്ട് കോമ്പിനേഷൻ സ്വീറ്റ് ആൻഡ് സോർ ആക്കി. അപ്പൊ സെഷ്വാൻ മസാല ഉണ്ടാക്കിയാണോ ചെയ്യുന്നത് അതോ സെഷ്വാൻ സോസ് റെഡിമെയ്ഡ് വാങ്ങിയാണോ? ഷെസ്വാൻ സോസ് മേടിച്ചിട്ടുണ്ട്. സെഷ്വാൻ മസാല ഉണ്ടാക്കാൻ അറിയോ? റെസിപ്പി അറിയാം, പക്ഷെ അത് ഇപ്പൊ ട്രൈ ചെയ്യാനുള്ള ഒരു ടൈം കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ എന്തായാലും ഒരു 1.5 മണിക്കൂർ സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം തീർക്കാം. ശരി, അപ്പൊ തുടങ്ങി. ഞാനിപ്പോൾ ഒരു ബേസിക് മാരിനേഡ് ആണ് ചിക്കന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ, ഒരു 1/2 കപ്പ്. എൻ്റെ ഈ ഒരു ടീസ്പൂണിനാണെങ്കിൽ ഒരു 5 ടീസ്പൂൺസ്. സെയിം മെഷർമെൻറ്റ് കോൺ സ്റ്റാർച്ച്, കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇത് നമ്മുടെ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ, പിന്നെ ഓൾ പർപ്പസ് ഫ്ലോർ, സോൾട്ട്, ലിറ്റിൽ സോൾട്ട്, കുറച്ച് ബേക്കിംഗ് പൗഡർ എന്നിവ ആഡ് ചെയ്ത് വിസ്ക് ചെയ്തെടുത്ത ഒരു ബാറ്ററാണ്. ഇതിനകത്തോട്ട് ഞാൻ ചിക്കൻ ഇടാൻ പോവാണ്. ഒരു തിൻ ഡാഷ് ഓഫ് സോയ സോസും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ചിക്കൻ മിക്സ്ചർ റെഡി ആയി കഴിഞ്ഞു. ഇത് കുറച്ച് നേരം നമുക്കിവിടെ വയ്ക്കാം. ഇനി ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേഷൻ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഒരു സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് സ്വീറ്റ് ആൻഡ് സോർ സോസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഇതിനു വേണ്ടി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഷുഗർ, വിനീഗർ, സോയ് സോസ്, കെച്ചപ്പ്, കുറച്ച് ഫുഡ് കളർ, കോൺ സ്റ്റാർച്ച്, ഇത്രയും. കുറച്ച് സോയ് സോസ്, ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തു. ജസ്റ്റ് കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. കുറച്ച് സോയ് സോസ്, കുറച്ച് വിനീഗർ, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഫുഡ് കളർ. പക്ഷേ ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാവുന്ന ഒരു സാധനമാണിത്. ഇത് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തിട്ട്
ഇതിലേക്ക് ജസ്റ്റ് ഒരു സ്മോൾ ടീസ്പൂൺ ഓഫ് കോൺ സ്റ്റാർച്ച്. ഇത് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. ഇനി ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ റൈസ് ഡ്രെയിൻ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ കുറച്ചേറെ വെള്ളം ഒഴിക്കുവാണ്. 2 liters ഓഫ് വാട്ടറിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇടാൻ പോവാണ്. ഇനി ജസ്റ്റ് ഒരു 10 to 12 minutes എടുക്കും റൈസ് കുക്കായി വരാൻ. ഈ ടൈമിൽ ഞാൻ സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഞാൻ ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിൽ ഇടുവാണ്. നമ്മുടെ ചിക്കൻ പീസസ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെടുക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കി അതിൽ വെജിറ്റബിൾസ് സോട്ട് ചെയ്തിട്ട് ആ സോസ് ആഡ് ചെയ്ത് ചിക്കനും ആഡ് ചെയ്തിട്ട് നമ്മളുടെ സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ പാനിൽ നമ്മുടെ സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം, വൈറ്റ് ഓണിയൻസ് ഒക്കെ ആഡ് ചെയ്ത് സോട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഓൾമോസ്റ്റ് റെഡി ആവാറായിട്ടുണ്ട്. ജസ്റ്റ് ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു കളർ ഒന്ന് ലൈറ്റർ ഷെയ്ഡിലോട്ട് വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിർ ഫ്രൈഡ് ആ ഒരു സ്വീറ്റ് ആൻഡ് സോർ സോസാണ്. അപ്പോൾ അത് വെജിറ്റബിൾസിലോട്ട് ഒഴിക്കാൻ പോവാണ്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഞാൻ സോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ടീനയും തിരക്കിലാണ്. ലാസ്റ്റ് മിനിറ്റ് പരിപാടികളുമായിട്ട് ഇതിനെങ്ങനെയാണൊന്ന് ചിക്കൻ ചെയ്യുന്നില്ലേ? കുറച്ച് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോഴേ എടുത്ത് ചിക്കനൊക്കെ എടുത്തിട്ടോ? ഇത് ഞാൻ ലാസ്റ്റായി. ഇനി ജസ്റ്റ് ഒരു 2 പൈനാപ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കോൺസ്റ്റാർച്ച് മാത്രം ആഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ടേബിളിൽ കൊണ്ടുവരുന്നതിന് തൊട്ട് മുന്നേ ചെയ്താൽ മതിയായിരുന്നു തോന്നുന്നു. കുറച്ച് സമയം കൊണ്ട് അതിനി ഡ്രൈ ആവും. ഇത് ഫ്രൈഡ് അല്ലേ? ഫ്രൈ സോഗി ആവില്ലേ? കുറച്ച് ഡ്രൈ ആവുന്നതിൻ്റെ അല്ല, സോഗി ആവാനാണ് സാധ്യത കൂടുതൽ. എല്ലാം മസാലാസും റെഡിമെയ്ഡ്. വാട്ട് ഈസ് ദിസ്? ഇത് ഷെസ്വാൻ മസാല, റെഡ് ചില്ലി പേസ്റ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ റെഡിയാക്കി ഫൈനൽ പ്ലേറ്റ്. നമ്മുടെ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലേറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഷെസ്വാൻ റൈസിൻ്റെ മിക്സ് ആണ്. ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ബീൻസ്, റെഡ് പെപ്പർ, യെല്ലോ പെപ്പർ, ഗ്രീൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കുറച്ച് ഓണിയൻ. ആദ്യം ഞാൻ ഗാർലിക് സോട്ട് ചെയ്തിട്ട് ഷെസ്വാൻ സോസ് ഇട്ടിട്ട് ആണ് ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്നത്. റെഡ് ചില്ലി പേസ്റ്റിൽ സോട്ട് ചെയ്ത വെജിറ്റബിൾസ് ആണിത്. നല്ലപോലെ സോട്ട് ചെയ്യാം. സോ ദാറ്റ് എല്ലായിടത്തും ഒരേപോലെ എല്ലാ ഷെസ്വാൻ സോസും ചില്ലി റെഡ് പേസ്റ്റ് എല്ലാം വരാൻ വേണ്ടി. ഈ ചൈനീസ് റൗണ്ടിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസും അതുപോലെ ക്രിസ്പി. നോർമലി സ്വീറ്റ് ആൻഡ് സോർ നമ്മൾ വരുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ആ സോസിനകത്തിട്ട് മിക്സ് ചെയ്യുക. ഇത് അങ്ങനെയല്ല, അത് ക്രിസ്പി ഷ്രിംസ് ഇൻ സ്വീറ്റ് ആൻഡ് സോർ സോസ്. അങ്ങനെ ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള ബേസിക്കലി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസിക് മാരിനേറ്റ്സും ഉണ്ടാക്കി വെച്ചു. ഇനി ഞാൻ പതുക്കെ തുടങ്ങാൻ പോവാണ് എൻ്റെ 2 ഡിഷ്. ഓക്കെ ഷീലു, എന്തൊക്കെയാണ് ചൈനീസ് പ്രോൺസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, തുടങ്ങാൻ പോവാണ്. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് വെജ് ഫ്രൈഡ് റൈസ്. വെജ് അല്ല, ആക്ച്വലി ഫൈനലി ഞാൻ മുട്ടയും വെക്കുന്നുണ്ട്. സോ ബേസിക്കലി എഗ് ഫ്രൈഡ് റൈസ്. അതിൻ്റെ കൂടെ ക്രിസ്പി പ്രോൺസ് വിത്ത് സ്വീറ്റ് ആൻഡ് സോർ സോസ്. അപ്പോൾ ആ സോസിനകത്തിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ആ ക്രിസ്പി ഫ്രൈഡ് പ്രോൺസ്. അപ്പോൾ ഒരു എന്താ പറയാ, നോട്ട് എ ഗ്രേവി ടൈപ്പ്, ഒരു പുരണ്ടിരിക്കുന്ന ഡ്രൈ ഡിഷ്.
അവിടെയും ഒരു സ്വീറ്റ് ആൻഡ് സോർ ആണ്, ഇവിടെയും ഒരു സ്വീറ്റ് ആൻഡ് സോർ ആണ്. പക്ഷെ ഇതിനകത്ത് വെജിറ്റബിൾസ് ഉണ്ട്. വെജിറ്റബിൾസ് ഡിഫറെന്റ്. ഓക്കെ, നോക്കാം, ഓരോരുത്തരും ഓരോ രീതിയിൽ. ഓക്കെ, അറിയാം. സ്റ്റാർട്ടോ. വെള്ളം ചൂടായി. ഞാൻ അതിനകത്തോട്ട് അരി ഇട്ട് ജസ്റ്റ് ഒന്ന് 3/4 കുക്കായി എടുത്താൽ മതി. രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രൈഡ് റൈസ്. എണ്ണ ചൂടായി. വളരെ തിന്നായിട്ടൊരിതെടുത്ത് നമ്മൾ തിൻ സ്ട്രിപ്സ് ആയിട്ട് മുറിക്കാൻ വേണ്ടിയാണിത്. ഈ ഓംലെറ്റ് റെഡിയായി. ഇത് ഞാൻ ഇനി എടുത്ത് പാനിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഈ ഓംലെറ്റ് ഇപ്പം ആക്കിയത് തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് നേരത്തെ പറഞ്ഞ പോലെ പ്രോൺസ്, ക്രിസ്പി ഫ്രൈഡ് പ്രോൺസ് ഇൻ സ്വീറ്റ് ആൻഡ് സോർ സോസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെമ്മീനിൽ ഇച്ചിരി നാരങ്ങാ നീരും ഇഞ്ചി ചതച്ച് ഒന്ന് പുരട്ടി വെച്ചേക്കുമായിരുന്നു. ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇനിയും സെക്കൻഡ് മാരിനേഷനിലിടുക. അതായത് അതിനകത്ത് മുട്ടയുടെ വെള്ള, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, ഇതിനകത്തോട്ട് ഞാനത് മിക്സ് ചെയ്യാൻ പോവാം. രണ്ടാമത്തെ മാരിനേഷനിൽ ഒരു അല്പനേരം വെച്ച് കഴിഞ്ഞിട്ട് ചോറാക്കിയത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെക്കാൻ പോവാണ്. ഇനി ഈ സെക്കൻഡ് മാരിനേഷനിൽ കിടക്കുന്ന ഈ പ്രോൺസിൽ വീണ്ടും കോൺഫ്ലവർ ഇട്ട്, കോൺഫ്ലവർ നേരത്തെ മാരിനേഷൻ്റെ കൂടെ അല്പം കോൺഫ്ലവറും കൂടെ ചേർത്ത് അടുത്ത പാൻ വെച്ചിട്ട് രണ്ടാമത്തെ പാൻ വെച്ചു. ഇതിനകത്ത് ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഷ്രിംപ്സ് സൈഡ് ഡിഷിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ ആണ്, ഒത്തിരി എണ്ണ ചേർത്തല്ല, ഷാലോ ഫ്രൈ ചെയ്ത്. എണ്ണ ചൂടായി. ഇനി ഇതിനകത്തോട്ട് ആദ്യം ഇടാൻ പോകുന്നത് അധികം വേവ് ഉള്ളതാണ് ആദ്യം ഇടാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ക്യാരറ്റ്, മഷ്റൂം, ക്യാപ്സിക്കം 3 കളറിൽ, സ്പ്രിംഗ് അനിയൻ, സെലറി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മഷ്റൂംസ്, ഇത്രയാണ് ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇഞ്ചി, സ്പ്രിംഗ് അനിയൻ, സെലറി, പച്ചമുളക് കൂടെ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് കുക്കാവേണ്ട, ഒരു ക്രഞ്ചി പരുവത്തിൽ വേണം അതെടുക്കാൻ. ഞാനൊരു പാനിലോട്ട് മാറ്റുക ഈ സ്റ്റിർ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസ്. അപ്പം ബേസിക്കലി ആ ഷ്രിംപ് ഡിഷിന് വേണ്ടി ഞാനൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസ്, അല്പം സോയാ സോസ്, വിനീഗർ, പഞ്ചസാര, കുരുമുളക് പൊടി, സ്വല്പം കോൺഫ്ലവർ, ഇത് ചേർത്താണ് ഇതിനൊരു സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാൻ ചൂടായി. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചിലർ ഇഞ്ചി ചേർക്കത്തില്ല. ഞാൻ ഇതിനകത്ത് ആക്ച്വലി സ്വല്പം ഒരു ഇച്ചിരി ജിഞ്ചറിൻ്റെ ഫ്ലേവർ അധികം നിൽക്കാനായിട്ട് വെളുത്തുള്ളി സ്വല്പം ജിഞ്ചറും ചോപ്പ് ചെയ്ത് ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇതൊന്ന് അതിൻ്റെ മണമൊക്കെ റിലീസായി കഴിയുമ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് സെലറിയുടെ ഇതുപോലെ മണം വന്നു കഴിയുമ്പോൾ ഒത്തിരി മൂക്കൊന്നും വേണ്ട. ക്യാരറ്റ് ഒരു ക്രഞ്ചി പരുവത്തി മതി, അധികം വേകാൻ പാടില്ല. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസിന് എപ്പോഴും ഇച്ചിരി അധികം സ്വല്പം എണ്ണ വേണം, സോ ദാറ്റ് അരി ഡ്രൈ ആവാണ്ട്. സ്റ്റിർ ഫ്രൈ ചെയ്ത് ലാസ്റ്റാണ് ക്യാപ്സിക്കം. കാരണം ക്യാപ്സിക്കം നമുക്ക് കുക്ക് ആവേണ്ട, ക്രഞ്ചി ആയിട്ട്. റൈസ് ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ലാസ്റ്റ് ഞാൻ അല്പം ഇതിലോട്ട് ലാസ്റ്റ് സ്പ്രിംഗ് അനിയനും കൂടെ ചേർത്ത് ഒന്ന് ക്വിക്കായിട്ടൊന്ന് സ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റൈസ് റെഡിയായി. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിംപ്സ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോയത്. പ്രോൺസ് കോൺഫ്ലവറിനകത്ത് മുട്ടയുടെ വെള്ള, കോൺഫ്ലവർ, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം.
ഇത് ഞാൻ ക്വിക്കായിട്ട് സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ക്യാപ്സിക്കം 3 കളറിലുണ്ട്. ക്യാരറ്റ് ഉണ്ട്, സെലറി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയുമാണ്. പച്ചമുളക്. ഇത് ഒരു സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഷീലു, തിരക്ക് പിടിച്ച് നിൽക്കുവാണല്ലേ ലാസ്റ്റ് സ്റ്റേജസ്? ലാസ്റ്റ് സ്റ്റേജസ്. ഫ്രൈഡ് റൈസ് ഇസ് റെഡി. What oil you have used? വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ. പിന്നെ പ്രോൺസിന്റെ ലാസ്റ്റ് മിനിറ്റ് ആണ് നിങ്ങൾ ആ സോസ് തയ്യാറാക്കാൻ പോകുന്നത് അല്ലേ? സോസിന് ബേസിക്കലി ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഈ ഷ്രിംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ടോസ്റ്റ് ഇറ്റ് റൈറ്റ്. പാനിൽ ഓയിൽ ഒഴിച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചേക്കാണ്. ഇതിനകത്ത് നേരത്തെ സെക്കൻഡ് മാരിനേഷൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഇനി ഒന്ന് കോൺഫ്ലവർ ഒന്ന് അതിലോട്ടൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഫ്രൈ ചെയ്ത് എളുപ്പം എടുക്കും. ഇതിങ്ങനെ ചെയ്യാൻ കാരണം സോഗി ആവാണ്ട് ഇടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്കുള്ള സ്പേസിൽ ഈ മസാലയൊക്കെ ഒന്ന് നമ്മൾ തട്ടിയേക്കുന്ന മാരിനേഷനൊക്കെ ഒന്ന് പിടിക്കും. ഇനി ഞാൻ അടുത്തത് ഇത് പ്രോൺസ് നേരെ ഓയിലിലോട്ട് വെക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒത്തിരി അങ്ങ് ക്രിസ്പി ആവണ്ട നമുക്ക്, കാരണം ഇത് നല്ല ജ്യൂസി ആയിട്ടിരിക്കണം. വീണ്ടും അടുത്ത എണ്ണയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് പിടിച്ചിട്ട് വളരെ പെട്ടെന്ന് കുക്കാവും. ഷ്രിംസ് ഫ്രൈ ആയി വരുന്നു. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബേസിക്കലി ഇനിയും ചെയ്യാനുള്ളത് ആ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മാരിനേഷൻ അതൊന്ന് മാരിനേഷനല്ല സോസ് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറുകി, അതിനകത്ത് കോൺഫ്ലവർ നമ്മൾ ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ ആ സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ലാസ്റ്റിൽ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് റോൾ ചെയ്തിങ്ങെടുക്കാം. അതിൻ്റെ മേളി ഫൈനലി ചോപ്പ് ചെയ്ത് സ്പ്രിംഗ് അനിയൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ആണ് സോസ് ഇതാവാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് ലൈറ്റായിട്ടൊന്ന് കുറുകി. ഇതിനകത്ത് കോൺഫ്ലവർ ഉണ്ട്, ഓൾറെഡി നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. സോസ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഒന്ന് ഒരു ഇച്ചിരി സ്ലൈറ്റ്ലി തിക്ക് കൺസിസ്റ്റൻസി, അപ്പോൾ നല്ലൊരു ഗ്ലോസി ഒരു ഷൈനുമായി. നമ്മൾ നേരത്തെ സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, അതായത് ക്യാപ്സിക്കം, ക്യാരറ്റ്, സ്പ്രിംഗ് അണിയൻ, ഇച്ചിരി ജിഞ്ചർ, അത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ആക്കി വെച്ചിരുന്ന സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഈ റൈസ് ഒന്നുകൂടെ ഒന്ന് ഞാൻ ചൂടാക്കുവാണ് സെർവ് ചെയ്യുന്നത്. സോസ് റെഡിയായി. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഷ്രിംസ് ഒന്ന് കോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്പ്രിംഗ് അനിയനും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഒന്നുകൂടെ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡിയായി. ഇനി ഇത് ഞാൻ ബേസിക്കലി പ്ലേറ്റ് ചെയ്യാൻ പോവാം. അതുപോലെ ക്രിസ്പി ഫ്രൈഡ് പ്രോൺസ് ഇൻ സ്വീറ്റ് ആൻഡ് സോർ സോസും റെഡിയായി. അതും ഞാനിപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ പോവാം. റൈസ് ഞാൻ പ്ലേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത ഓംലെറ്റ്. ഞാൻ ഈ ഗ്രേവി ഇതിനകത്തോട്ട് മാറ്റി. ഇതിൽ പ്രോൺസ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്യും. ഫ്രൈഡ് റൈസും ക്രിസ്പി ഫ്രൈഡ് നൂഡിൽസും റെഡിയായി.
ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളുടെ ചൈനീസ് റൗണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ 2 കണ്ടസ്റ്റൻസ് വളരെ നന്നായി ചൈനീസ് മെയിൻ ഡിഷ് ആൻഡ് സൈഡ് ഡിഷ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അതിന്റെ ടേസ്റ്റിംഗ് റൗണ്ട്. അപ്പൊ ടീനയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആൻഡ് ഒരു ചിക്കനും തയ്യാറാക്കിയിട്ടുണ്ട്. ടീനയെ വിളിക്കും. സെഷ്വാൻ അല്ലേ? സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആൻഡ് സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ. ടീന ടേസ്റ്റ് ചെയ്യല്ലേ? സെഷ്വാൻ അല്ലെങ്കിൽ നല്ല എരിവാണ്, പക്ഷെ ഇത് കുറച്ചുകൂടിയോ ചില്ലി പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ആക്ച്വലി പറഞ്ഞാലേ സെഷ്വാൻ മസാലയിൽ തന്നെ നല്ലൊരു സ്പൈസിയാണ്. പിന്നെ ചില്ലി പേസ്റ്റിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ചിക്കൻ അല്ലേ? നല്ല വലിയ പീസസ് ആയിട്ടാണോ കോട്ട് ചെയ്ത്? കുറച്ച് ഇച്ചിരി വലിപ്പത്തിലാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. സ്വീറ്റ് ആൻഡ് സോർ. നൈസ് സോസ്. റൈസ് എൻ്റെ അഭിപ്രായത്തിൽ ഇച്ചിരി എരിവ് കൂടുതലാണ്. Fried is nice. Okay, thank you. ഇനി അടുത്ത വിഭവം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ക്യൂട്ടായിട്ടൊരു പ്രസന്റേഷൻ ആണ് എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഷീലുവിൻ്റെ ആണ്. ഷീലുവിനെ വിളിക്കാം. ഷീലു ഒരു ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് അല്ലേ എന്ന് പറയാം. കാര്യം മേളില്ല, ബേസിക്കലി കഴിക്കുമ്പോൾ അത് ആദ്യം കിട്ടും. ആൻഡ് സ്വീറ്റ് ആൻഡ് സോർ പ്രോൺസ്. സ്വീറ്റ് ആൻഡ് സോർ ആക്ച്വലി അത് ക്രിസ്പി ഫ്രൈഡ് ആണ്. അതിനെ വെച്ച് ഗ്രേവി ആയി ഇപ്പോൾ അല്ലേ? പ്ലാൻ മാറ്റി. ലാസ്റ്റ് മിനിറ്റ്. ഓക്കെ ഫൈൻ, നന്നായി. ഇതായിരിക്കും ചിലപ്പോൾ കോമ്പിനേഷൻ വൈസ് ബെറ്റർ അല്ലേ റൈസിന്? Your prawns is nice, excellent. Thank you. But your rice is not up to the mark. റൈസിന്റെ പ്രശ്നം പറഞ്ഞുതരാം. വളരെ ഡ്രൈ ആയിപ്പോയി, ഓയിലി ആണ്, കുറച്ച് ഓയിൽ കണ്ടന്റ് കൂടുതലാണ്, നന്നായിട്ട് ഉണങ്ങിപ്പോയി, വെരി ഡ്രൈ. മേ ബി യു കൻ ജസ്റ്റ് ലിറ്റിൽ ഓഫ് ദിസ്. കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ടും it dried off. Then I just covered it for വെരി ഡ്രൈ നോ? നല്ലോണം ഡ്രൈ ആയി. പിന്നെ ഓയിലും കൂടുതലാണ്, ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ബട്ട് യുവർ പ്രോൺസ് വെരി നൈസ്, എക്സലന്റ്. താങ്ക് യു. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത് ടീനയുടെയും ഷീലുവിൻ്റെയും ചൈനീസ് വിഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളുടെ അറേബ്യൻ കിച്ചൺ മാജിക്കിൻ്റെ 3rd റൗണ്ട് ചൈനീസ് റൗണ്ടിൻ്റെ വിഭവങ്ങളാണ്. അപ്പോൾ 2 ആൾക്കാരും വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് അവരും വിഭവങ്ങൾ തയ്യാറാക്കിയത്. ടീന തയ്യാറാക്കിയതിൽ ഒരു സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്, അതായത് ഇച്ചിരി സ്പൈസി ഫ്രൈഡ് റൈസ് ആണ് സെഷ്വാൻ എന്ന് പറയുമ്പോൾ. പിന്നെ രണ്ടാമത് അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ കൊടുത്തത് സ്വീറ്റ് ആൻഡ് സോർ ചിക്കനാണ്. രണ്ടാമത്തെ ആൾ ഷീലു ആണെങ്കിലും ഒരു ഫ്രൈഡ് റൈസ് ആൻഡ് എ സൈഡ് ഡിഷ് പ്രോൺസിൻ്റെ. അപ്പോൾ എല്ലാം ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നതും സ്വാദ് നോക്കുന്നതും. എന്തായാലും മത്സരം അവസാനിച്ചിട്ടില്ല, ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.